ലോകത്തെ കുപ്രസിദ്ധമായി ഇന്ന് കേൾക്കുന്നൊരു പേരാണ് ജെഫ്രി എപ്സ്റ്റീൻ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അമേരിക്കൻ പൊളിറ്റിക്സിൽ മാത്രമല്ല, ഗ്ലോബലായിട്ടുള്ള ജിയോ പൊളിറ്റിക്സിൽ പോലും ഗ്ലോബൽ ലീഡേഴ്സ് പോലും ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ്, ഏകദേശം മില്യൺസ് ഫയലാണ് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ദിവസങ്ങളായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും മെസ്സേജിൽ കൂടെ ആവശ്യപ്പെട്ടു, അതായത് കമന്റ് ബോക്സിലും കൂടെ വരാൻ തുടങ്ങി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ജെഫ്രി എപ്സ്റ്റീനെ പറ്റി എൻ്റെ ഒരു കമന്റോ അഭിപ്രായം അവർക്ക് താല്പര്യമുണ്ട്. അപ്പം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഈ സംഭവത്തെപ്പറ്റി ഞാൻ വലുതായിട്ട് ഇന്ത്യയുമായിട്ട് ചേർന്ന് ബന്ധപ്പെട്ട് ഈ പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയും കോൺഗ്രസിൻ്റെ പല ലീഡേഴ്സും അതേപോലെ ഇത് വലിയ സംഭവമാക്കി ഉയർത്തി കാണിക്കുന്ന പരിവാറിലെ ഹാർഡ് കോർ ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്. കാരണം അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഡിമോറലൈസ് ചെയ്യുക എന്നത് മാത്രമാണ്. ഒരു കാര്യം, എൻ്റെ ചില അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് പറയുന്ന സംഭവം, ഞാൻ എൻ്റെ ചരിത്ര ഹിസ്റ്ററിയിലോട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്കറിയാം, അയാൾ സെക്ഷൽ അബ്യൂസർ ആയിരുന്നു. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടിയാണ് ചെയ്തത്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതായ ഒരു സാമ്രാജ്യം കെട്ടിവെക്കാൻ വേണ്ടിയും, അത് ഗ്ലോബലി അത് ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരെ വെച്ച്, അതിനകത്ത് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, കോർപ്പറേറ്റ്സ് ഉണ്ട്, ടെക്നോളജിസ്റ്റ് ഉണ്ട്, ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്, ഇവരെയൊക്കെ വെച്ച് ചെയ്തൊരു ഗെയിമാണ് സംഭവം. അത് അയാൾക്ക് വേണ്ടി, അയാളുടെ അടുത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്തൊരു സംഭവമാണ്. അതാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന പല പെൺകുട്ടികളാണെങ്കിലും പ്രായം ഇല്ലാത്ത പെൺകുട്ടികളെ വെച്ച് അദ്ദേഹം ഒരു പ്രൈവറ്റ് ഐലൻഡ് മേടിച്ചു. അവിടെ പലയിടത്തും കൊണ്ടുപോയി പല ആൾക്കാരുമായിട്ട് ലോബിയിങ് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇതിൽ ഗ്ലോബലായിട്ടുള്ള പല നേതാക്കളും, ഇൻക്ലൂഡിങ് അമേരിക്കയുടെ കറണ്ട് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സുഹൃത്തായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ വളരെ മുമ്പ്. അപ്പോൾ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ ഫയല് എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെ സൈൻ ചെയ്തിട്ട് ഇത് റിലീസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഫയലുകൾ പറഞ്ഞിട്ടുള്ള പലതും, അതായത് 100% ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് ഹൈഡ് അല്ല, ഇത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ ഫയൽ നമ്മൾ വായിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഗ്ലോബൽ മീഡിയയിലും ഒക്കെ എന്താണ് പ്രശ്നമുണ്ടാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ എന്തൊക്കെയാണ് കുറിച്ചിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇമെയിലുകൾ, മെസ്സേജുകൾ, അതേപോലെ തന്നെ ഫേസ് ടൈം മെസ്സേജുകൾ, ഇതൊക്കെ 100% സത്യം തന്നെയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി ഇദ്ദേഹം പറഞ്ഞത് സത്യമാണോ? അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റായിട്ട് ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്ന ശേഷം, അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താക്കാൻ വേണ്ടി, ആ വാക്കാൻ ഞാൻ ഉപയോഗിക്കും. കാരണം ഡിപ്ലോമസിയിൽ ഈ ബൈലാട്രിയൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പോലെയല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക. അപ്പം അടുത്ത ചോദ്യമുണ്ട്, അതായത് ഞാൻ പല ആവർത്തി പറയുന്നൊരു സംഭവമുണ്ട്, എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയിരുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ഡൊണാൾഡ് ട്രംപുമായിട്ട് അവർ തെറ്റുന്നതിന് മുമ്പ്, ആ തെറ്റിക്കഴിഞ്ഞ ശേഷം കിട്ടിയ ഇന്ത്യയുടെ ഡിസഡ്വാൻറ്റേജ്, രണ്ട് പാർട്ടാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ശരിക്കും പാടുപെട്ടിട്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഫസ്റ്റ് ടൈമിൽ വന്ന ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇത്രമാത്രം ബന്ധം ബിൽഡപ്പ് ചെയ്യുന്നത്. അതിന് അനിൽ അംബാനി ഉപയോഗിച്ചു. കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, ഡിപ്ലോമാറ്റിക്കലി ഒരു അമേരിക്കയുടെ ഒരു പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെടുന്നതിന് പരിമിതികളുണ്ട്. അപ്പം അതിന് ഡിപ്ലോമസിയുടെ ടോക്സ് വേറെ, ഇതിൻ്റെ ബാക്ക്ഡോർ ടോക്സ് വേറെ. ഇതാണ് രണ്ടും വേറെയാണ്. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിന് 2 രീതിയിലുള്ള ചാനലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് 100% ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
കാരണം ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെയാണ് കയ്യിലെടുക്കുന്നത് അല്ലെ കുപ്പിയിലിറക്കുന്നത്, അതിന് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ സ്ട്രാറ്റജി മുന്നോട്ട് വെക്കേണ്ടത്, അത് ഡിപ്ലോമാറ്റിക്കലി ചിലപ്പോൾ നിങ്ങൾക്കത് മോശമായിട്ട് തോന്നിയേക്കാം. പക്ഷെ അത് സ്ട്രാറ്റജിക്കലി ഇന്ത്യയുടെ ബെനിഫിറ്റിന് വേണ്ടി അതിൻ്റെ അകത്ത് പോസിറ്റീവ് വശങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രാധാന്യമുള്ളത്. അതിനുവേണ്ടി അനിൽ അംബാനി എന്ന് പറയുന്ന ആ ഒരു സമയത്ത്, അതായത് ഡൊണാൾഡ് ട്രംപ് വന്ന സമയത്ത്, ഈ ഏറ്റവും ഇന്ത്യൻ പ്രധാനമന്ത്രി അതേപോലെ തന്നെ അഡാനിയേക്കാളും ഗ്ലോബലി, കാരണം റിലയൻസ് ഗ്രൂപ്പിന് അനിൽ അംബാനിക്ക് ഉണ്ടായിരുന്ന സ്വാധീനം അന്ന് ആ ഒരു സമയത്ത് ഈ അഡാനി ഗ്രൂപ്പിനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് അനിൽ അംബാനി തന്നെയാണ് ഈ പറയുന്ന ജെഫ്രി ആപ്സ്റ്റീൻ ആണെങ്കിലും സ്റ്റീവ് ബെനൻ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ട്രംപിൻ്റെ ഒരു അഡ്വൈസറായിരുന്നു സ്റ്റീവ് ബെനൻ്റെയൊക്കെ അഡ്വൈസ് എടുക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഡൊണാൾഡ് ട്രംപുമായിട്ട് അടുപ്പം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത് 2 രീതിയിലുള്ള അടുപ്പമുണ്ട്. ഡിപ്ലോമാറ്റിക് അടുപ്പമുണ്ട്, നോൺ ഡിപ്ലോമാറ്റിക് അടുപ്പമുണ്ട്. അടുത്ത സുഹൃത്തുക്കളാവുക. അതിനെന്തൊക്കെയാണ് വഴി? അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എടുത്തൊരു വഴിയാണ് ഈ പറയുന്ന സ്റ്റീവ് ബെനൻ കൊടുത്ത ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഈ അഡ്വൈസ് എന്ന് പറയുന്നത് ഫ്രീ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഫ്രീ അല്ല. ഇതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ശരിക്കും പെയിൻ എടുത്തുണ്ടാക്കിയ ബന്ധമാണിത്. ഒരു സുപ്രഭാതത്തിലുണ്ടായ ബന്ധമൊന്നും അല്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലോകം മുഴുവനും ആക്കി വലിയ ആളാക്കി മാറ്റിയത്. ഇതൊക്കെ ഞാൻ പല ആവർത്തി പറയുമ്പോൾ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ആരാവുന്നു, അവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ലോക നേതാക്കൾ ആരുണ്ടാകുന്നു, അവരായിരിക്കും പിന്നീട് അമേരിക്കൻ പ്രസിഡന്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമായി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത ആദ്യത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇസ്രായേലി അംബാസഡറിനെ ആദ്യം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നു. ഇത് പത്രങ്ങളിലൊക്കെ വന്ന സംഭവം. എന്താണ് ഉണ്ടാകുന്നത്? ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ എൻവോയിയോട് പറഞ്ഞ കാര്യം എന്ത്? ഡൊണാൾഡ് ട്രംപിനെ ഡീല് ചെയ്യുന്നത് ആദ്യം പഠിക്കണം. ഇതാണ് ഇതിൻ്റെ കാര്യം. എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും പവർഫുൾ? അവനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അവനാണ് ഗ്ലോബലായിട്ടുള്ള ബിസിനസ് നിയന്ത്രിക്കുന്നത്, ഗ്ലോബലായിട്ടുള്ള മൈറ്റി മിലിറ്ററി പവർ നിയന്ത്രിക്കുന്നത് ലോക പോലീസാണ്. അപ്പൊ അതിൻ്റെ പ്രസിഡന്റുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാക്കുക, പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക ചെറിയ കാര്യമല്ല. അതേപോലെ ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് ബന്ധം വളരെ മോശമായ ഖത്തർ അമീർ, അതായത് ഖത്തർ സ്റ്റേറ്റ് എന്തിനാണ് ഇന്ത്യയിലോട്ട് പെട്ടെന്ന് വരുന്നത്? പെട്ടെന്ന് ഇന്ത്യക്ക് വന്നിട്ട് $10 ബില്യൺ പെട്ടെന്ന് സംഭാവന കൊടുക്കുന്നു. എന്തിനാ കൊടുക്കുന്നത്? കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനോട് പറയണം ഖത്തറുമായിട്ട് യോജിച്ച് പോകണം. ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റ് ടൂറിന് വരുമ്പോൾ ഖത്തറിലും വരണം. ഇതിന് വഴി തുറന്നു കൊടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതേ ബന്ധമായിരുന്നു ഇവർ തമ്മിൽ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല നേതാക്കളും അതേപോലെ തന്നെ പല ലോബിയിസ്റ്റുകളും അവർ തന്നെ പറഞ്ഞതാണ് അത്ര വലിയ അടുത്ത ബന്ധമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനേക്കാളും അടുത്ത ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ബേസിക്കലി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വന്ന സമയത്ത്, അതായത് ഗുജറാത്തിൽ വന്ന സമയത്ത് ഗാന്ധി സമാധിയിൽ പോയി ഐ ലവ് മോദി എഴുതി വെച്ചത്, ബ്ലണ്ടറാ കാണിച്ചത്. ആ ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിട്ട് ഹൗഡി മോഡിയിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി ഇലക്ഷന് പോകില്ല. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് വിശ്വസിക്കുന്നയാളാ. കാരണം എന്താ? കാരണം അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തെറ്റായിട്ടുള്ള അഡ്വൈസ് ചെയ്തു. ഒരിക്കലും പോകരുതായിരുന്നു. അതിൻ്റെ പോയിന്റ് പേരിൽ നമ്മൾ ഡെമോക്രാറ്റ്സുമായിട്ട് നല്ല ബന്ധത്തിലും ആയില്ല. നമ്മൾ എന്തിനാ അമേരിക്കൻ ഇലക്ഷനിൽ കൈയിടാൻ പോകുന്നത്? പിന്നെ ഒരു കാര്യമുണ്ട്, ഡൊണാൾഡ് ട്രംപിന് ഇത്രയും ഭൂരിപക്ഷമൊക്കെ കിട്ടാൻ കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യക്കാരുടെ സപ്പോർട്ടായിരുന്നു. അതൊക്കെ ഒരു വശത്ത് നിൽക്കുക. അപ്പൊ അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ സ്ട്രാറ്റജിക്കലി ഇങ്ങനൊരു
അതായത് ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തി. അദ്ദേഹം അവിടെ പോയി ജെഫ്രി എപ്സ്റ്റീൻ്റെ ഐലൻഡിൽ പോവുകയും മറ്റുള്ള സുബ്രഹ്മണ്യ സ്വാമി ഈ പറയുന്ന യൂട്യൂബേഴ്സും പല ആൾക്കാരും പറയുന്നത് പച്ചക്കള്ളമാണ്. ഏതെങ്കിലും രീതിയിൽ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അവരുടെയൊക്കെ ഏറ്റവും വലിയ അടുപ്പമുള്ള രാജ്യം, അവരുടെ ഒരു അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്ന് അവർ കരുതുന്നത്. അപ്പം അവിടെ പോകുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഭരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ബന്ധം കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായ സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ പോകും ബൈഡനെ കാണാൻ. ശ്രദ്ധിക്കുക, ബൈഡനുമായിട്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ മീറ്റിംഗ് ആരുമായിട്ടാണ്? അമേരിക്കൻ സ്ട്രാറ്റജിക് മിലിറ്ററി ലീഡേഴ്സിന്റെ കൂടെ അല്ല. പിന്നീട് അയാൾ നേരെ പോകുന്ന ന്യൂയോർക്കിലോ ഫ്ലോറിഡയോ പോയിട്ട് ഡൊണാൾഡ് ട്രംപിനെ കാണും. അതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഈ പറയുന്ന ഇസ്രായേലുമായിട്ടുള്ള ബന്ധം. അതാണ് ഞാൻ ഈ പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയും അമേരിക്കനുമായിട്ട് ഇസ്രായേലിന്റെ ബന്ധമെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡിപ്ലോമാറ്റിക് ബന്ധമല്ല, അതൊരു ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അഡ്വൈസർ സ്റ്റീവ് ബെനൻ അതെന്താ പറഞ്ഞത്? ഇയാളെ പോയി കാണാൻ, ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോയി കാണാൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി അക്സെപ്റ്റ് ചെയ്തു, പോയി കണ്ടു. അപ്പം അതിനെപ്പറ്റി പറഞ്ഞു, അവർ പോയി ഡാൻസ് ചെയ്തു, അത് പോയത് അഡ്വൈസ് ചെയ്തു, അത് സക്സസ് ആയി, വർക്ക് ഡൺ. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഫ്രീ അല്ല ഇതൊന്നും. ഇതിനൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ല, ഇതിനകത്ത് മീഡിയേറ്റേഴ്സ് ആയിട്ട് നിന്ന പല ആൾക്കാരും അത് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റീവ് ബെനനും ഒക്കെ. അതായത് എനിക്ക് അമേരിക്കൻ പൊളിറ്റിക്സ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒന്നും ഫ്രീ ആയിട്ട് നടക്കത്തില്ല, എല്ലാത്തിനും പണം കൊടുക്കണം. അപ്പം ശരിക്കും നമ്മൾ പെയിൻ എടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു ബന്ധമാണ്. ആ ബന്ധം അങ്ങനെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ പേരിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുന്നത്. അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയും ഗ്ലോബലായിട്ടൊരു പവറാക്കി മാറ്റാൻ അമേരിക്കയുടെ ഒരു സപ്പോർട്ടീവ് അക്സസറീസ് നമുക്ക് സപ്പോർട്ടീവായിട്ട് കിട്ടി. അതിലെന്ത് തെറ്റാ ഉള്ളത്? ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ്റെ മറ്റുള്ള കലാപരിപാടികളൊന്നും ചെയ്തെന്ന് പറയുന്നില്ല. ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും യാതൊരു തെറ്റുമില്ല. ഇത് ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നത് അടിസ്ഥാനപരമായി തെറ്റായ കാര്യമാണ്. കാരണം അത് ഇന്ത്യ ഭരിക്കുന്ന ഏത് ഇന്ത്യൻ ഭരണകർത്താവ്, അതായത് ഇന്ത്യ മുൻപോട്ട് കൊണ്ടുവരണമെന്നുള്ളവർ എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് അമേരിക്കയുമായിട്ടും അമേരിക്കൻ പ്രസിഡന്റുമായിട്ടും നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്നല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള മറ്റുള്ള ബന്ധങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇതൊരു യൂഷ്വൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ്, രണ്ട് രീതിയിലുള്ള ഡിപ്ലോമസി ഉണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിപ്ലോമസി ഉണ്ട്, അതിനകത്ത് ഈ പറയുന്ന പോലെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവത്തില്ല. രണ്ടാമത് ഇവരുടെ സുഹൃത്തുക്കൾ ത്രൂ ഉള്ള ഡിപ്ലോമസി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഇന്ത്യയിൽ വന്ന സമയം, ഇന്ത്യയിൽ അയാളുടെ വിസ ബ്ലോക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെ മീഡിയേറ്ററായിട്ട് വെച്ചിട്ട് ട്രംപുമായിട്ട് അടുക്കായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടിയാന്. ഇത് നേരത്തെ ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചില സന്ദർഭങ്ങളിൽ കിട്ടുന്ന അഡ്വൈസ് വളരെ തെറ്റായിട്ടാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തിനാണ് അമേരിക്കയിലെ ഇലക്ഷൻ്റെ പ്രചരണത്തിന് പോയത്? തെറ്റാണത്. അവർക്ക് പ്രാധാന്യമുള്ള പല സപ്പോർട്ടീവ് സംഭവങ്ങൾ. ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താം. എന്തുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കൻ പ്രൈം മിനിസ്റ്റർ റാംബോസ് അയാളെ വൈറ്റ് ഹൗസിൽ വെച്ച് ആംബുഷ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. പക്ഷെ പുറത്ത് പറഞ്ഞ എന്താ, സൗത്ത് ആഫ്രിക്കയിലുള്ള വൈറ്റ്സ് അവർക്കെതിരെ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എന്തുവാ? സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇത്രമാത്രം രൂക്ഷമായിട്ട് 30% പ്യൂണിറ്റീവ് ടാരിഫും എല്ലാം കൊടുത്തതിൻ്റെ അതിൻ്റെ പിറകിലുള്ള സംഭവം എന്തുവാ? യഥാർത്ഥ ഇഷ്യൂ എന്തുവാ? സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ, അവിടെയുള്ള മിലിറ്ററി ലീഡേഴ്സിനെതിരെ.
അതിൻ്റെ സംഭവമാണ് അവിടെ വൈറ്റ് ഹൗസിൽ വെച്ച് കാണിച്ചു കൊടുത്ത അയാൾ ആംബുഷ് ചെയ്ത് കൈ കൊടുത്തത്. എന്തുകൊണ്ടാണ് മറ്റുള്ള പല രാജ്യങ്ങളെയും, അതായത് നിങ്ങൾ ഓരോ രാജ്യങ്ങളെയും എടുത്തു നോക്കുക, ഇസ്രായേലിനെ ആരൊക്കെ എതിർക്കുന്നു, ഇൻക്ലൂഡിങ് ഫ്രാൻസ്, ഇൻക്ലൂഡിങ് ബ്രിട്ടൻ, ഇവരെ ഒന്നും അമേരിക്ക വെറുതെ വിടുന്നില്ല. എന്തുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻ്റെ ഇവരുടെ ഫണ്ടിങ് മുഴുവൻ അമേരിക്ക കട്ട് ചെയ്തത്? ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നമാണ്. യുണൈറ്റഡ് നേഷനിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, പ്രമേയം വരുന്നു, അത് അമേരിക്ക പലപ്പോഴും വീറ്റോ ചെയ്യുന്നു. അത് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അവർ ഫണ്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻ. അതിനകത്ത് അവരുടെ ഒരു അലയൻസ് പാർട്ട്ണറേക്കാൾ അവരുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് കരുതുന്ന ഇസ്രായേലിനെതിരെ പ്രമേയം വരുന്നു. ഇത് തന്നെ കാരണം. ഇതാണ് ഞാൻ പറയുന്ന ഫണ്ടമെന്റലി പുറമേ കാണുന്ന അല്ല ഡിപ്ലോമസി, അകത്തൊരു ഡിപ്ലോമസി ഉണ്ട്. അതാണ് ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പുറത്തു വന്നത്. അതനുസരിച്ച് ഈ ലോകത്തെല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം ചായ സൽക്കാരം, കാറിനകത്തിരുന്ന് യാത്രയൊക്കെ വേറെ പരിപാടി. അത് ജനങ്ങളെ കാണിക്കുന്നു, പബ്ലിക്കായിട്ട് കാണുന്ന പരിപാടി. ഇതിനകത്ത് ഓരോ രാജ്യങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ സൂചിപ്പിക്കുന്നത്? ഇത് തന്നെയാണ് മാറ്റർ. ഇതാണ് ഞാൻ പല വീഡിയോകളിലും പറയുമ്പോൾ പല ആൾക്കാരും എന്നെ തെറി വിളിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ സുഖിപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യ എന്നല്ല, ലോകത്തെല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാ. അതിൻ്റെ ഭാഗമായിട്ട് അയാൾ ആദ്യമായിട്ട് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അനിൽ അംബാനി ഇതേപോലൊരു ചാനൽ ഉപയോഗിച്ചു. അത് സക്സസ് ആയി. പക്ഷെ ഒരു കാര്യമുണ്ട്, അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വലിയ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സുമാണ്. ഇന്ത്യയുടെ വലിയൊരു അലയൻസ് പാർട്ട്നേഴ്സാണ്. ഇന്ത്യക്ക് തന്ത്രപരമായിട്ടുള്ള ആയുധങ്ങൾ, റഷ്യ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഹാർഡ്വെയർ നമ്മൾ വാങ്ങുന്ന ഇസ്രായേലിൽ നിന്നാണ്. ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇവിടെ വന്നു ഇവർക്ക് നമുക്ക് പല രീതിയിലുള്ള ട്രെയിനിങ് അവർ തരുന്നുണ്ട്, എക്യുപ്മെന്റ്സ് തരുന്നുണ്ട്. അതായത് സ്ട്രാറ്റജിക് നമ്മുടെ ഇന്റലിജൻസ് ഷെയറിംഗ് ഉണ്ട്. കാരണം രണ്ട് രാജ്യങ്ങളും ഗ്ലോബലി വിക്റ്റിമാണ് ഇസ്ലാമിക് ജിഹാദിൽ. അത് ഈ ട്രംപ് വന്നപ്പോൾ കൂടുതൽ ഉറച്ചു. അടുത്ത രണ്ടാമത്തെ മറ്റൊരു പോയിന്റ് ഉണ്ട്, ഇസ്രായേലിന് വെപ്പൺസിന്റെ ആവശ്യം വന്നു. അത് ഈ പറയുന്ന അമേരിക്ക, ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയോട് പറഞ്ഞു ആ സാധനം സപ്ലൈ ചെയ്യാൻ. ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്. അത് എന്തിനാ ചെയ്തത്? കാരണം നമ്മൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹമാസിനെ എതിർക്കുന്നുണ്ട്. ബോംബ് ചെയ്യാനുള്ള ഈ പറയുന്ന വെപ്പൺസ് ഇന്ത്യ, ബോംബുകൾ ഇന്ത്യ എന്നല്ലേ ഉണ്ടാക്കി കൊടുത്തു, എത്രയോണം. ഇതൊക്കെ ഒരു സൈഡിൽ നടക്കും. ഇതാണ് അതിൻ്റെ കാര്യം. അതിനകത്ത് ഞാൻ പരിപൂർണമായിട്ടും മോദി ചെയ്തതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്നു. കാരണം ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിന്റെ പ്രാധാന്യം, ഇന്ത്യ അമേരിക്കയും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയാണ് മോദി ഇത് ചെയ്തത്. അതിന് അനിൽ അംബാനിയെ ഉപയോഗിച്ച് കാണും, സ്റ്റീവ് ബനനെ ഉപയോഗിച്ച് കാണും. അല്ലാതെ ഇന്ത്യക്കെതിരെയല്ല, ഇന്ത്യക്ക് വേണ്ടിയാണ് ചെയ്തത്. അത് ഡിപ്ലോമാറ്റിക് ആംഗിളിൽ അതിന് വലിയ സംഭവമായിട്ട് പറയുവാണെങ്കിലും ഇന്ത്യക്ക് വേണ്ടിയാണ് മോദി ചെയ്തത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഈ പറയുന്ന ഈ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പരിപാടിക്കൊന്നും മോദി പോയിട്ടില്ല. ഇന്ത്യക്ക് വേണ്ടി ചില നിലപാടെടുക്കാൻ വേണ്ടി അന്ന്, അതായത് കൺവിക്റ്റഡ് ആയിട്ട് ആകുന്നതിന് മുമ്പ്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചു. അതിൽ യാതൊരു തെറ്റുമില്ല. ആ സന്ദർഭത്തിലൊന്നും എപ്സ്റ്റീനെ പറ്റി ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല. അതും മറ്റൊരു കാര്യം അറിയാൻ സാധിക്കത്തില്ല. പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോഴങ്ങനൊരു ചാനൽ ഉപയോഗിച്ചു. അതിൽ യാതൊരു തെറ്റുമില്ല. ഈ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഇന്ത്യക്ക് ചെയ്തിരിക്കുന്നത് പരിപൂർണമായിട്ട് എൻഡോസ് ചെയ്ത് പിന്തുണയ്ക്കുന്നു. അദ്ദേഹം ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. സംഘപരിവാറിന്റെ ചില ഹാൻഡിലുകളാണിത് വളരെ മോശമായിട്ട് മോദിയെ താറടിക്കാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ അത് കോൺഗ്രസും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അടിസ്ഥാനപരമായിട്ട് അത് തെറ്റ് തന്നെയാണ്. അത് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും ഡാമേജ് ചെയ്യും.